മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് എനിക്ക് ലഭിച്ചു. ഇമെയിൽ വഴിക്കും ഒരു ലിങ്ക് ലഭിച്ചു. സാധാരണഗതിയിൽ ആ ലിങ്കിൽ എന്താണ് വിവരിക്കുന്നത് എന്ന് എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്യാറുമില്ല, കേൾക്കാറുമില്ല. പക്ഷെ ഭാഗ്യവശാൽ ഇന്നലെ അത് കേട്ടു. എനിക്ക് വളരെ രസം തോന്നി. സൂര്യ ടിവിയിൽ വാർത്ത വായിക്കുന്ന കൂട്ടത്തില് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് എന്തിനെല്ലാം വേണ്ടി സമരം ചെയ്തോ ആ സമരത്തിനെ മുഴുവനും ന്യായീകരിക്കുകയും നേരെ അതിനെതിരായിട്ട് മാത്രം പ്രവർത്തിക്കുകയും പച്ച നുണയും സ്വജനപക്ഷപാതവും പറഞ്ഞതിനും ചെയ്തതിനും വിപരീതമായിട്ട് ഇംപ്രഷൻ ഉണ്ടാക്കുകയും മെക്കനൈസേഷനെ എതിർത്തു, കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തു, ഇങ്ങനെ നിരനിരയായിട്ട് കുറെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവുമെന്ന് പറഞ്ഞ് നടന്നവരുടെ മക്കള് തന്നെ അല്ലെങ്കിൽ അവര് തന്നെ ഇന്ന് പ്രത്യക്ഷമായിട്ട് ഒരു ചളിപ്പുമില്ലാതെ അമ്പലത്തിൽ പോവുകയും അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആവുകയും പ്രാർത്ഥിക്കുകയും എന്നാലും അമ്പലത്തിനെതിരെ പ്രസംഗിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത തനി പച്ച കള്ളത്തരത്തിന്റെ അവസരവാദം നടത്തുന്നവര്. 94-ാമത്തെ വയസ്സിലാണ് KR ഗൗരിയമ്മയ്ക്ക് ഭാഗവതവും ഭഗവത്ഗീതയും DYFIക്കാര് പഠിക്കണമെന്ന് ഉപദേശം കൊടുക്കാൻ തോന്നിയത്. പിണറായി വിജയനെ ഇങ്ങനെയായില്ലെങ്കിൽ 2 മക്കളെയും ദേവി മഹാത്മാവും ലളിതാ സഹസ്രനാമവും പഠിപ്പിച്ചെന്ന് മാത്രമല്ല, ഒരു സമരവും ഇല്ലാത്ത കോയമ്പത്തൂരിലെ ഇട്ടിമടയിലെ അമൃതാനന്ദമയുടെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. അതുപോലെ അച്യുതാനന്ദൻ സാറ് ഈ ഒക്ടോബർ 3-ാം തീയതി പിള്ളേരെ വിദ്യാരംഭത്തിനിരുത്തി. 91 വയസ്സായി. തനി കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്നാണ് വെപ്പ്. അവിടെ എവിടെയാ വിദ്യാരംഭം? അവിടെ എവിടെയാ ഹരിശ്രീ ഗണപതിയരമായി എഴുതാനുള്ളത്? നിന്ന് പിഴയ്ക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചവിട്ട് നാടകത്തിന്റെ ഭാഗമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാര് അദ്ദേഹം നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആണെങ്കിൽ സ്വന്തം മകനോട് പറയാമായിരുന്നു, ചോറ്റാനിക്കര അമ്പലത്തിൽ 25,000 രൂപ വെച്ച് അന്നദാനത്തിന് കൊടുക്കരുതെന്ന്. ഭയങ്കര നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒന്നും എനിക്കറിഞ്ഞൂടാ. EK നായനാരുടെ അനിയൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാ. അദ്ദേഹത്തിന്റെ മകനും ഭാര്യയും ഗുരുവായൂർ അമ്പലത്തിൽ 15 മിനിറ്റ് അതിഗംഭീരമായിട്ട് തൊഴാൻ പോയി എന്നുള്ളത് കേട്ടിരുന്നു. മാത്രമല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറത്ത് നിരീശ്വരവാദിയും തന്റെ മക്കളെയും മരുമക്കളെയും എല്ലാം കല്യാണം കഴിച്ചു കൊടുത്തത് നമ്പൂതിരിമാർക്ക് തന്നെയാണ്. എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തതും. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരാണ് വാസുദേവൻ നായർ, നായർ എന്ന പദം, EK നായനാര്, നായനാർ എന്ന ജാതി പേര്, അച്യുത മേനോൻ, മേനോൻ എന്ന ജാതി പേര്, എല്ലാവരും സുബ്രഹ്മണ്യം പൂറ്റി, കമ്മ്യൂണിസ്റ്റുകാരനാ, പൂറ്റി എന്ന ജാതി പേര്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, നമ്പൂതിരിപ്പാട് എന്ന ജാതി പേര്. അത് വെച്ചുകൊണ്ട് ജാതിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ ചീഞ്ഞു നാറിയ പ്രക്രിയ അവിടെ കാണാൻ സാധിക്കും. ആ EMS ഭാര്യയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ പഴനി ചെന്നകത്ത് 3 പ്രദക്ഷിണം വെക്കുന്നത് കണ്ടത് എറണാകുളത്തെ TDM ഹാളിലെ പഴയ സെക്രട്ടറി. വളരെ ഗംഭീരനായിട്ടുള്ള വ്യക്തിയാ, നല്ല വ്യക്തിയാ. അപ്പോ ഞാൻ പേര് നേരത്തെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കണില്ല. കൃഷ്ണൻകുട്ടി നായരെന്നൊന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഏതായാലും വൈരുദ്ധ്യാധിഷ്ഠിതം കേറി അതെല്ലാം ഞാൻ പറഞ്ഞത് ആത്മീയതയോടുള്ള ഭിക്ഷം. പക്ഷേ ഈ ലിങ്കില് അതിഗംഭീരമായിട്ട് പ്രൈവറ്റൈസേഷനെ എതിർത്തവര്, കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തവര്, എന്താ പറയുക, ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, അവരൊക്കെ കാട്ടിക്കൂട്ടിയ പച്ച 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 കള്ളത്തരം. അധികാരത്തിലിരിക്കുമ്പോ ഒന്ന്, അധികാരം പോകുമ്പോ വേറൊന്ന്, അങ്ങനെ കാട്ടിക്കൂട്ടിയ ആ അവസ്ഥയില്
നിങ്ങൾ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും അറിയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 95% മാറിയിട്ടുണ്ട്. അത് സംശയമൊന്നുമില്ല. ഈ ഡിവൈഎഫ്ഐയെയും SFIയെയും ഉപയോഗിച്ച് പോലീസിന്റെ തല്ലുകൊള്ളിച്ച് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് കളക്ടറേറ്റ് വളഞ്ഞ് ഓരോ ഉപരോധം നടത്തി, ബന്ദ് നടത്തി, ഹർത്താൽ നടത്തി, ഇവിടത്തെ വ്യവസായികളെ വർഗശത്രുക്കളായി എടുത്ത് അവരിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ ഡൊണേഷൻ വാങ്ങിച്ച് ഓരോ പഞ്ചായത്തിലും പാർട്ടി ഓഫീസ് ഉണ്ടാക്കി ഓരോ ഇലക്ഷനും കോടികൾ വാരി വിതറി അവനവന്റെ ആൾക്കാരെ കേരളത്തിന് പുറത്ത് പഠിപ്പിച്ച് കേരളത്തിനകത്ത് നിരന്തരം സമരമുണ്ടാക്കി ഒരു കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിനെ എതിർത്ത് അതിൽ തന്നെ പിന്നീട് അധികാരം പിടിച്ചു പറ്റി ഓരോ കോളേജും പ്രൈവറ്റൈസേഷന് കൊടുക്കാതെ പ്രൈവറ്റ് കോളേജുകൾ വന്നപ്പോൾ പാർട്ടിക്കാർ കോളേജുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയ എല്ലാം ചേർത്ത ആ ലിങ്ക് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളൊന്ന് കേൾക്കണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം അത് നിങ്ങൾ അറിയണം. എങ്കിലേ ആ പാർട്ടിയിൽ തുടരുന്നതിന്റെ മഹത്വം നിങ്ങൾ അറിയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ളത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പ്രണാമം, നമസ്കാരം.